ജട്ടി മുതലാളിയുടെ ബോംബും മടത്തിലമ്മയുടെ ബോംബും. ബിരിയാണി പാർട്ടിയുടെ മുതലാളിയുടെ ബോംബ് ഭീഷണിക്ക് പിന്നാലെ ഇപ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ അടിമയുടെ ഒരു ബോംബ് ഭീഷണിയും. എന്നെ തൊട്ടാൽ മുഖ്യമന്ത്രിയുടെ മകളെ ഞാൻ അറസ്റ്റ് ചെയ്യിക്കും, എൻ്റെ കയ്യിൽ അതിനുള്ള ആറ്റം ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി ബിരിയാണി സമ്മേളനത്തിൽ ഭീഷണി മുഴക്കിയ ജട്ടി മുതലാളിയുടെ ആ ബോംബ് എവിടെ പോയി എന്നറിയില്ല. ഇതുവരെ പൊട്ടിയതായി ഒരു അറിവുമില്ല. ഇപ്പോൾ ഇതാ മടമുപേക്ഷിച്ച് ഇപ്പോൾ ജട്ടി മുതലാളിയുടെ പാർട്ടി പ്രവർത്തകയായി നടക്കുന്ന ടീന ജോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായി പോലീസ് കേസുമായി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൊലവിളി നടത്തിയെന്ന പരാതിയിൽ അഭിഭാഷക കൂടിയായ മുൻ മടത്തിലമ്മ ടീന ജോസിനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. DGPക്ക് ലഭിച്ച പരാതിയിലാണ് അത്രയും നടപടി. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കമൻ്റായിയാണ് ടീന ജോസ് മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി നടത്തിയത് പോലും. ഇതിനെതിരെ സുപ്രീം കോടതി അഭിഭാഷകനാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ടീന ജോസ് വധശ്രമത്തിന് ആഹ്വാനം നൽകിയുള്ള കമൻ്റ് ഇട്ടത്. മുഖ്യമന്ത്രി നാളെ മുതൽ ഇറങ്ങുകയാണ് എന്ന സെൽട്ടൺ എൽ ഡിസൂസ എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിപ്പിന് താഴെയാണ് കന്യാസ്ത്രീയുടെ വേഷം അണിഞ്ഞുള്ള ടീന ജോസിന്റെ കമന്റ് പ്രത്യക്ഷപ്പെട്ടത്. അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവനെ, നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും എന്നതായിരുന്നു ഇവരുടെ കമന്റ്. ഈ കമന്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ച് കേരള പോലീസിന്റെ നടപടി ആവശ്യപ്പെട്ട് സെൽട്ടൺ മറ്റൊരു കുറിപ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം വിവാദമായതിന് പിന്നാലെ ടീന ജോസിനെ തള്ളി CMC സന്യാസി സമൂഹം രംഗത്തെത്തി. ടീന ജോസിന്റെ അംഗത്വം 2009 കാനൂനിക നിയമങ്ങൾക്ക് അനുസൃതമായി റദ്ദാക്കിയതാണെന്നും സന്യാസ വസ്ത്രം ധരിക്കുവാൻ അനുവാദമില്ലാത്തയാളാണ് ടീന ജോസ് എന്നുമാണ് CMC സന്യാസിനി സമൂഹം പറയുന്നത്. ടീന ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ മാത്രം ഉത്തരവാദിത്തത്തിലാണെന്നും TMC സമൂഹത്തിന് അതിൽ യാതൊരു പങ്കുമില്ലെന്നും അവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. വിമല പ്രൊവിൻസ്, എറണാകുളം. CMC സന്യാസിനി സമൂഹത്തിലെ മുൻ അംഗമായിരുന്ന ടീന ജോസ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തണമെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയതായി ശ്രദ്ധയിൽപ്പെട്ടു. CMC സന്യാസിനി സമൂഹത്തിലെ ടീന ജോസിന്റെ അംഗത്വം സഭയുടെ കാനൂനിക നടപടിക്രമങ്ങൾക്ക് വിധേയപ്പെട്ട് 4/4/2009 നഷ്ടപ്പെട്ടതാണ്. അന്നു മുതൽ സന്യാസ വസ്ത്രം ധരിക്കുവാൻ ടീന ജോസിന് നിയമപരമായി അനുവാദമോ അവകാശമോ ഇല്ലാത്തതാണ്. ടീന ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ തീരുമാനത്തിലും ഉത്തരവാദിത്വത്തിലും മാത്രമാണ്. ആയതിനാൽ CMC സന്യാസിനി സമൂഹത്തിന് അതിൽ യാതൊരു പങ്കുമില്ല. സിസ്റ്റർ ബിസ്മി പോൾ, PRO, CMC വിമല പ്രൊവിൻസ്, എറണാകുളം. ജട്ടി മുതലാളിയുടെ ഒറ്റബലത്തിലാണ് ഈ മുൻ മടത്തിലമ്മ ഇപ്പോൾ കിടന്ന് പുളയ്ക്കുന്നത്. ആ വേഷമുള്ളത് കൊണ്ട് ജട്ടി മുതലാളി ഇത്തരം പണികൾക്ക് അവരെ ഇപ്പോൾ ഉപയോഗിച്ചു വരികയാണ്. ഇവർ പാർട്ടി പ്രവർത്തകയല്ല എന്ന് മുതലാളി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ മന്ത്രി ശിവൻകുട്ടി നടത്തിയ ആ പ്രതികരണം കാണുക. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ കൊലവിളി നടത്തിയ ടീന ജോസ് എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് കമന്റ് ഞെട്ടലോടെയാണ് കാണുന്നത്. ഒരു ജനാധിപത്യ സമൂഹത്തിലുള്ള ഒരു പൗരന്റെ ജീവന് ഭീഷണി ഉയർത്തുന്ന, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ഭരണത്തലവനെതിരെ നടത്തുന്ന ഈ പ്രസ്താവന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ കേരള മുഖ്യമന്ത്രി ബോംബെറിഞ്ഞ് കൊല്ലണമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഏതൊരു സംസ്കാരമുള്ള സമൂഹത്തിനും അപമാനമാണ്. ഇത് കേവലം ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായം പ്രകടനമല്ല, മറിച്ച് രാജ്യത്തെ നിയമവ്യവസ്ഥയോടും ജനാധിപത്യ മൂല്യങ്ങളോടുള്ള വ്യക്തമായ വെല്ലുവിളിയാണ്. അക്രമത്തെയും കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഇത്തരക്കാർക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ല. അഭിഭാഷക എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ് നിയമത്തെ കാറ്റിൽ പറത്തി ഇത്തരമൊരു ഹീനമായ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഇത് നിയമരംഗത്തിന് തന്നെ നാണക്കേടാണ്. ഈ വ്യക്തി 2020 കടുത്ത പ്രചാരകയാണെന്നും മറ്റ് ജില്ലകളിൽ പോലും അവർക്ക് വേണ്ടി യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു. 2020 പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ വിഷയത്തിൽ അവരുടെ നിലപാട് അടിയന്തരമായി വ്യക്തമാക്കണം. കൊലവിളി നടത്തുന്ന ഒരു വ്യക്തിക്ക് ഒരു ജനകീയ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകയായി തുടരുവാൻ എങ്ങനെ സാധിക്കുന്നു?
അവരുടെ യോഗങ്ങളിൽ മുഖ്യമന്ത്രിയെയും ജനപ്രതിനിധികളെയും അറയ്ക്കുന്ന ഭാഷയിൽ ആക്ഷേപിക്കുന്നു എന്നതും ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. ഇത് 2020-യുടെ രാഷ്ട്രീയ ശൈലിയെയാണ് തുറന്നു കാട്ടുന്നത്. ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത് ഇത് പിണറായി വിജയനും ജെട്ടി മുതലാളിയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. പിണറായിയുടെ ട്രോജൻ കുതിരയാണ് ഈ ജെട്ടി മുതലാളി. അത് തിരിച്ചറിഞ്ഞ അന്ന് മുതൽ ഞങ്ങൾ ഇയാളെ വിമർശിച്ചു തുടങ്ങിയതാണ്. ഇവർ തമ്മിൽ ഒരു അന്തർധാര ഇല്ല എന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കുവാൻ വേണ്ടി മാത്രം ഇറക്കിയ ഒരു ചെറിയ നമ്പറാണ് ഇത്. കോൺഗ്രസിന്റെ വോട്ട് ചിതറിക്കുവാൻ പറ്റുന്നിടത്ത് മാത്രമാണ് ജെട്ടി മുതലാളി തൻ്റെ ബിരിയാണി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ ഇത്തവണ നിർത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന് എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇയാൾ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. അത് പിണറായിയുടെ നിർദ്ദേശപ്രകാരമാണ്. CSR ഫണ്ട് മുക്കുവാൻ ഇയാൾ ന്യായവില ഷോപ്പ് തുറന്നു. ആളുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാതെ വന്നപ്പോൾ ഇയാൾ അത് അടച്ചും കളഞ്ഞു. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പായപ്പോൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഈ ജട്ടി മുതലാളി ആട്ടിൻ തോലിട്ട ചെന്നായാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവൻ പിണറായിയുടെ ട്രോജൻ കുതിരയാണ്, പങ്കാളിയാണ്. ഇതൊക്കെ വെറും നാടകമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. ഇവന്റെ തട്ടകത്തിൽ ശത്രുക്കൾ എന്ന് നാടകം കളിക്കുന്ന MLA ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വിജയിപ്പിച്ചെടുത്തത് ഈ ജട്ടി മുതലാളിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവന്റെ അമ്മായിയപ്പന്റെ കള്ളപ്പണം മുഴുവൻ ഈ ജട്ടി മുതലാളിയുടെ കച്ചവടത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പായപ്പോൾ ചില യൂട്യൂബർമാരെ വിലക്കെടുത്ത് വീണ്ടും പഴയ PR പണി ആരംഭിച്ചിട്ടുണ്ട്. മടത്തിലമ്മയെ ഇറക്കിയുള്ള വെറും ഒരു നമ്പറാണ് ഇതെന്ന് ജനങ്ങൾ തിരിച്ചറിയുക. ജട്ടി മുതലാളിയെ സൂക്ഷിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.